നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണം ആരംഭിച്ചു. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന 8ാമത് സമ്പൂർണ്ണ ബജറ്റാണിത്. സഭാ നടപടികൾ ആരംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തോടെയാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. കൃത്യം 11 മണിക്ക് തന്നെ സഭാ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും ധനമന്ത്രി കണ്ടിരുന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഇടത്തരക്കാരുടെ ക്ഷേമത്തിലൂന്നിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗം. കേന്ദ്ര ബജറ്റ് ദിനത്തിൽ ഓഹരി വിപണി നേട്ടത്തോടെയാണ് ആരംഭിച്ചത്. 200 പോയിന്റായിട്ടാണ് സെൻസെക്സ് ഉയർന്നത്. ഇത്തവണയും പേപ്പർ രഹിത ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കാനുള്ള ടാബുമായിട്ടാണ് ധനമന്ത്രി പാർലമെന്റിലെത്തിയത്. ഇത്തവണ ബജറ്റ് അവതരണത്തിനായി നിർമ്മലാ സീതാരാമൻ ധരിച്ചത് ബീഹാറിലെ മധുബനി ചിത്രകല ചെയ്ത സാരിയാണ്. ഈ സാരി മന്ത്രിക്കായി തയ്യാറാക്കിയത് പത്മശ്രീ ജേതാവ് ദുലാരി ദേവിയാണ്. ഓഫ് വൈറ്റ് കൈതറി സിൽക്ക് സാരിയിൽ മത്സ്യത്തിന്റെ മാതൃകയിൽ എംബ്രോയിഡറി വർക്കും ഗോൾഡൻ ബോർഡറുമാണുള്ളത്. സാരിക്കൊപ്പം ചുവപ്പ് നിറത്തിലുള്ള ബ്ലൗസുമാണ് ധനമന്ത്രി ധരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ബജറ്റ് അവതരണ വേളയിൽ മന്ത്രി ധരിച്ച സാരി ചർച്ചയായിരുന്നു. 2024-2025 ബജറ്റ് അവതരിപ്പിക്കാനായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മജന്ത ബോർഡറുള്ള ഓഫ് വൈറ്റ് മംഗളഗിരി സാരിയായിരുന്നു നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്നത്. 2023 ചുവന്ന നിറത്തിലുള്ള ഒരു ടെമ്പിൾ ബോർഡർ സാരിയായിരുന്നു ധരിച്ചത്. കർണാടക ധാർവാഡ് മേഖലയിലെ കസൂട്ടി വർക്കുള്ള ഇൽക്കൽ സിൽക്ക് സാരിയായിരുന്നു അന്നത്.